അപ്പൊ നമ്മൾ വീണ്ടും കലോത്സവ വിശേഷങ്ങളിലേക്ക് വരികയാണ്. വീണ്ടും ഒരു മധുരത്തിന്റെ വാർത്ത തന്നെയാണുള്ളത്. അതെ അതെ, കോഴിക്കോട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രുചി വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അത്. ഇപ്പോൾ നമ്മൾ കലോത്സവ വേദിക്ക് അകത്തുള്ള രുചി വൈവിധ്യത്തെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ ഇനി നമ്മൾ കോഴിക്കോടിന്റെ ഒരു രുചി വൈവിധ്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കോഴിക്കോട് ബീച്ചില് ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടുത്തെ ബീച്ചിലേക്ക് എത്തുന്നവരുടെ ഒരു പ്രധാന ലക്ഷ്യം ഇതുപോലുള്ള ഫുഡ് ഹണ്ടിങ് കൂടിയിട്ടാണ് എന്ന് തോന്നുന്നു. അത്തരത്തിൽ 48 വർഷമായി അവിടെ ഒരു രുചി മധുരം വിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ബഷീർ ഖാൻ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ബഷീർ ഖയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ദൃശ്യം പകർത്തിയത് നമ്മുടെ ഞങ്ങളുടെ സീനിയർ ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിയാണ്. ആ ദൃശ്യത്തിൽ വളരെ മനോഹാരിതയുണ്ട്. പ്രേക്ഷകർ വളരെ വേഗത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. തുടങ്ങിയിട്ട് 48 കൊല്ലായി. നമ്മളെ വാപ്പാണ് പഠിപ്പിച്ചത്. 74 തുടങ്ങിയാണ്. വാപ്പ വേറെ ആളത്ത് പഠിച്ച വാപ്പ പാട്ടൊക്കെ പാടിട്ടാ വെക്കല്. പിന്നെ നമ്മൾ 5 ചെയ്യുന്നുണ്ട്. ഏട്ടൻ മരിച്ചുപോയി. രാവിലെ തുടങ്ങിയ ഒരു 5 മണിയാവും കഴിച്ചിലാവണമെങ്കിൽ. അതുവരെ ഇത് ഉണ്ടാക്കുക. പഞ്ചാര പാലാക്കിയിട്ട് അടിച്ച് പാകം ചെയ്തെടുക്കുന്നതാണ്. ചെറുനാരങ്ങ, കളറ്, വെളിച്ചെണ്ണ, വെറും പഞ്ചാര മെയിൻ. ചെറുനാരങ്ങൻ്റെ മുകളിൽ അത് വലിയുന്നത്. പഞ്ചാര കാച്ചിയാൽ ഉറച്ചു പോവും, വലിയില്ല. ചെറുനാരങ്ങൻ്റെ മുകളിൽ അത് വലിയുന്നു. ആന, മയില്, തേള്, പാമ്പ്, പഴം, മോട്ടോർ സൈക്കിൾ, വിമാനം. ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നും വെക്കാതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ ഒരു 4 ദിവസം കൊണ്ട് തീരും. 10 കിലോ 11, 12 കിലോ പഞ്ചാര ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരൂല. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ പിടിക്കും. എന്താ വേണ്ടി? വാച്ച്, മാല, തേള്, മയില വേണ്ടി. വീട്ടിൽ വിളിച്ചാൽ മുട്ടായി വന്നെന്ന് അറിയും. മുട്ടായിയേ വന്നിക്കണമെന്ന് പറഞ്ഞ കുട്ടികൾ വരും. അതിനെ അറിയിപ്പ്. എല്ലാ ഭാഗത്തും ആവശ്യത്തിലും പോവും. അവിടെ കുറവാണ്. ഇവിടെയാണ് ആദ്യം ഉണ്ടാകുക. ഇവിടെ കോതിപ്പാലം, പിന്നെ കല്യാണ പരിപാടിക്കൊക്കെ പല ഭാഗത്തും അങ്ങനെ പോകും.